എന്താണ് ശ്വേതാ മേനോൻ എന്ന പ്രസിഡന്റ് അടർക്കളത്തിലെ അഭിമന്യുവിനെ എന്ന പോലെ 7 മണി എവിടെ നോക്കിക്കഴിഞ്ഞാലും ഈ ചേച്ചിയുടെ പ്രസംഗം തന്നെയാണല്ലോ. എന്ത് ചെയ്യാനാന്ന്, ഇത് വരാതിരിക്കാൻ വല്ല ഇതുകൊണ്ടാ. എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇവരുടെ പ്രസംഗമല്ലാതെ വേറെ ഒന്നുമില്ല. നാട്ടുകാർക്ക് മൊത്തത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ പിരാന്തായി പോയി എന്നേ ഞാൻ പറയുള്ളൂ. അതായത് ഇത് കേട്ട് 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 മടുത്താടുന്നത്. എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതായത് ഈ സ്ത്രീ ഇങ്ങനെ വന്ന് പറയുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു ആത്മാർത്ഥത നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഞാൻ പറയുകയാണ്, എനിക്കൊന്നും തോന്നുന്നില്ല. അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഹങ്കാരിയുടെ അല്ലെങ്കിൽ ഒരു അഹങ്കാരത്തിൻ്റെ ധ്വനി നല്ല രീതിയിലുണ്ട്. വേറെ ഒന്നുമല്ല, എന്താണെന്നറിയില്ല. ഇവർ ബിഗ് ബോസിൽ പോയിട്ട് എന്താ പറയുക, പോയത് മുതലേ അങ്ങ് ഇങ്ങോട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ബിഗ് ബോസ് തന്നെയാണ്. ആ ബിഗ് ബോസിലെ ലൈഫ് തന്നെയാണ് അവർ ഇപ്പോഴും നയിക്കുന്നത്. എനിക്ക് പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട്. അതായത് എല്ലാവരോടുമുള്ള ഒരു പുച്ഛവും, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അൻസിബ എന്ന് പറയുന്ന യുവതിയെ എടുത്ത് താഴെ ഇടാൻ നോക്കി. അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ പല കള്ളത്തരങ്ങളും അൻസിബ വെളിയിൽ പറഞ്ഞു. അതാണ് അൻസിബയോട് ഇവർക്കുള്ള കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ ശ്വേതാ മേനോന്റെ, അതായത് ഇപ്പൊ പറയുന്നത് എന്താ വെച്ചാൽ ശ്വേതാ മേനോൻ പൈസ വാങ്ങിച്ചു എന്നുള്ള തരത്തിൽ ഒരു അലിഗേഷൻ വന്നത് കൊണ്ടാണ് ഞങ്ങളെയല്ല അത് ശ്വേതാ മേനോൻ പുറത്തു പോയത് എന്നാണ് പറയുന്നത്. എൻ്റെ പൊന്ന് സഹോദരി, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. നിങ്ങളെ നേതാവ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരാളെ മുസ്ലിം ആക്കാൻ വേണ്ടിയിട്ട് 100 കോടി വാഗ്ദാനം ചെയ്തിരുന്നു. ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങൾ പറയുന്ന കുറേ ഊള സിനിമാക്കാർ എന്നേ ഞാൻ പറയുള്ളൂ. അതായത് ഊള സിനിമാക്കാർ. ഇപ്പൊ ശ്വേതാ മേനോൻ ഇനി പൈസ വാങ്ങിച്ചനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിനോ നമുക്കറിയില്ല. എന്തൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു കാര്യം ഞാൻ പറയാം, അമ്മ സംഘടന പല ആൾക്കാർക്കും കണ്ണുണ്ടായിരുന്നു അത് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട്. അതിന് 3 MLA കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുളിക്കോ എന്നുള്ള തരത്തിലാണ് 3 പേരെയും കൊണ്ടുപോയിട്ട് മത്സരിപ്പിച്ചത്. പക്ഷേ അത് ചീറ്റിപ്പോയി എന്നേ ഞാൻ പറയുള്ളൂ. അതായത് പല ലക്ഷ്യങ്ങളും അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. ഇവരെയെല്ലാം സ്ഥാനാർത്ഥിയാക്കുന്നതിൻ്റെ പിന്നിൽ പല ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബുദ്ധിയിലോമാർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് അരിയാഹാരം കഴിക്കുന്ന മലയാളികൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലായി. സിനിമാ മേഖലയെ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിയിട്ട് 3 MLA വന്നു കഴിഞ്ഞാൽ അത് തങ്ങളുടെ ഒരു സാമ്രാജ്യമാകും എന്നുള്ള തരത്തിൽ ലക്ഷ്മിപ്രിയ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടതാണ്. പക്ഷെ എന്തു പറയാനാണ്, ആ സ്വപ്നങ്ങളെല്ലാം ചീറ്റിപ്പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഇവരൊന്നും നിയമസഭയിലേക്ക് വരാത്തത് വലിയ ഉപകാരമായി എൻ്റെ ഭഗവാനെ. പക്ഷേ പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ 5 കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടും തന്നെ നമുക്ക് പോയി കിട്ടുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇപ്പോൾ പുതിയൊരു കാര്യമായിട്ട് വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വേതാ മേനോൻ രാജിവെച്ച് പോകാനുള്ള കാരണം ബാബുരാജിനെ പോലെയുള്ള മറ്റുള്ളവരെ പോലെയുള്ള ആൾക്കാർ പറഞ്ഞു പരത്തുന്ന പൈസ വാങ്ങിച്ചിട്ടാണ് നിങ്ങൾ സ്ഥാനാർത്ഥികളെ കൊടുത്തത് എന്നുള്ള തരത്തിലുള്ള അലിഗേഷൻ വന്നു എന്നാണ് ചേച്ചി പറയുന്നത്. അതെന്താ ഇത്രയും നാളും പറയാ? ഇനി 2-3 ദിവസമായാലും ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്നിട്ടെന്താ ഇതുവരെ പറയാഞ്ഞത്? അപ്പോ ഇതിലും ഗൂഢാലോചനയുണ്ട്. ഏതായാലും ഒരു കാര്യം ചെയ്യാം, ചേച്ചി പറയുന്നൊന്ന് കേട്ടിട്ട് വരാം. എന്താണ് ശ്വേതാ മേനോൻ എന്ന പ്രസിഡന്റ് അടർക്കളത്തിലെ അഭിമന്യുവിനെ എന്ന പോലെ 7 മണിക്കൂർ ഈ പുരുഷന്മാരും മറ്റാൾക്കാരും കൂടെ ചേർന്നിട്ട് അവരെ ടോർച്ചർ ചെയ്യായിരുന്നു ഉണ്ടായിരുന്നത്. ആക്ച്വലി അത് തന്നെയല്ലേ, ലിറ്ററലി അത് തന്നെയല്ലേ ടോർച്ചറിങ്. ആ വാക്ക് ഇപ്പോഴാണ് പെർഫെക്റ്റ് ആവുന്നത്. അത് മാത്രമല്ല, ഏറ്റവും അവസാനം ബാബുരാജ് എന്ന് പറഞ്ഞ വ്യക്തി വന്ന് പറഞ്ഞ അലിഗേഷൻ എന്താണ്? BJPക്ക് കാൻഡിഡേറ്റ്സിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്വേതാ മേനോൻ, ഞങ്ങളൊക്കെ കാൻഡിഡേറ്റ്സ് ആയിരുന്നല്ലോ, ഞാനും അഞ്ജലിയും പിന്നെ ഭരണസമിതിയിലുള്ള അംഗങ്ങൾ കാൻഡിഡേറ്റ്സ് ആവുന്നു. അതുകൂടാതെ അമ്മയിലുള്ള മറ്റ് കാൻഡിഡേറ്റ്സിനെ നിർത്താൻ വേണ്ടിയിട്ട് BJPക്ക് കാൻഡിഡേറ്റ്സിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ കമ്മീഷൻ വാങ്ങിച്ചു എന്നാണ് പറയുന്നത്. ആ നിമിഷമാണ് 7 മണിക്കൂർ പൊരുതി നിന്ന ശ്വേതാ മേനോൻ വേദനിച്ചുകൊണ്ട് ഞാൻ അമ്മയിലെ അംഗത്വം തന്നെ ഉപേക്ഷിച്ച് പോവുകയാണ് എന്ന് പറഞ്ഞത്. അപ്പൊ അതാണ് ശ്വേതാ മേനോൻ അമ്മയുടെ അംഗത്വം ഉപേക്ഷിച്ച് പോകാൻ കാരണമെന്ന് ലക്ഷ്മിപ്രിയ പറയുന്നുണ്ട്. അല്ലാതെ വേറെയൊന്നുമല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ അമ്പലത്തിന്റെ അടുക്കുന്ന 75 ലക്ഷം വാങ്ങിക്കാൻ നോക്കിയതോ, അല്ലെങ്കിൽ അൻസിബേനെ പിടിച്ച് പുറത്താക്കാൻ നോക്കിയതോ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള കുറെ ടീമുകൾ എന്ന് പറഞ്ഞാൽ അവിടെ പല കാര്യങ്ങളും ചെയ്യുന്നത് ശ്വേതാ മേനോൻ തന്നെ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ നടക്കുന്ന ഒരു കാര്യവും ഞാൻ അറിയുന്നില്ല. അതുമാത്രവുമല്ല, ഇവർ പല കാര്യങ്ങളും തീരുമാനിച്ചിട്ട് പറയുന്നത് എന്താ വെച്ചാൽ പ്രസിഡന്റ് അറിയണ്ട എന്ന് മാത്രമാണ്. അതായത് ശ്വേതാ മേനോൻ ഒരു കാര്യവും അറിയാൻ പാടില്ല. അങ്ങനെ പല കാര്യങ്ങളും ശ്വേതാ മേനോനോട് പറയാറുമില്ല.
ഒരു മനുഷ്യന്മാർ പോലും പറയാറില്ല. അല്ലാതെ ശ്വേതാമേനോൻ ഈ പറയുന്ന ആരോപണം കേട്ടിട്ടൊന്നും ഒഴിവായി പോയതൊന്നുമല്ല. അവിടെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഇതിനു മുന്നേയും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ശ്വേതാമേനോൻ ആദ്യമൊക്കെ പറഞ്ഞ എന്താ, എല്ലാവരെയും തിരിച്ചു കൊണ്ടുവരും, ഒരുമിച്ച് ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞല്ലോ. എന്നിട്ട് എന്തെങ്കിലും നടന്ന? ശ്വേതാമേനോൻ എന്ന് പറയുന്ന ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും സംഘടനയിൽ ഒരു പരാജയമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ സംഘടന ഭരിച്ചിരിക്കുന്നത് ശരിക്കും ലക്ഷ്മി പ്രിയയെ പോലെയുള്ള ആൾക്കാരാണ്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമത്തിന്റെ മുന്നിൽ വന്നിട്ട് നല്ല രീതിയിൽ ഇവർക്കൊക്കെ സംസാരിക്കാൻ കഴിയും. ഇപ്പോൾ പറയുന്നത് കേട്ടില്ല, അഭിമന്യുവിനെ പോലെ നിന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഇതായിരിക്കുമായിരുന്നു, ആരാടാ ഈ അഭിമന്യു എന്നൊക്കെ. നമുക്കെല്ലാം അറിയുന്ന അഭിമന്യു എന്ന് പറഞ്ഞാൽ മറ്റേ ഒരു അഭിമന്യുവിനെ നമുക്കറിയുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളച്ചൊടിക്കാനും അത് തിരിച്ചൊടിക്കാനുമുള്ള ഒരു കഴിവ് നല്ല രീതിയിൽ നമ്മുടെ ലക്ഷ്മി പ്രിയക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവർ ഇപ്പോഴും ബിഗ് ബോസ് തന്നെയാണ്. ആ ബിഗ് ബോസ് ഇവർ ഇതുവരെ കരകയറി വന്നിട്ടില്ല. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ട് തന്നെയാണ് സഹോദരി നിങ്ങൾക്ക് ഇത്രയും ഹേറ്റ് വരുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇന്നിപ്പം നിങ്ങളെ ഏറ്റെടുത്ത ചില ആൾക്കാരുണ്ട്, സമൂഹത്തിന്റെ മുന്നിൽ അവരൊക്കെ എന്താണെന്നൊന്ന് ചിന്തിക്കണം. അതായത് അവന്മാർക്ക് സമൂഹത്തിലുള്ള വില എന്താണ്? ആദ്യം ഞാൻ പറഞ്ഞല്ലോ, നിലയും വിലയും എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതിൻ്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ മാത്രമേ എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും ആ ഒരു ഗണത്തിലാണ് ഇതാക്കുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഇവരെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം, അതായത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പ്രതികരണം. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവർ സ്ഥാനാർത്ഥിയായത്, ആ സ്ഥാനാർത്ഥിയായിട്ട് പല കാര്യങ്ങളും പറയുന്നത്, ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ശരിക്കും ഇവരെ ജനങ്ങൾ വെറുത്തുപോയത്, അല്ലാതെ വേറെയൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവരുടെ സ്ഥാനാർത്ഥിത്വം ഇല്ലെങ്കിൽ കുറച്ചെങ്കിലും ഇവർക്ക് പിടിച്ചു നിൽക്കാമായിരുന്നു. അപ്പം അങ്ങനെ അമ്മ എന്ന് പറയുന്ന ഒരു സംഘടന ഉള്ളിൽ ഒതുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മി പ്രിയ ഒന്ന് നോക്കി, അതിലൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാരും വീണില്ല. അതുമാത്രവുമല്ല, അൻസിബ ഹസൻ എന്ന് പറയുന്ന ആ ഒരു യുവതിക്ക് മുന്നിൽ പിന്നീട് ഇവർക്ക് മുട്ടുമടക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ആ മുട്ടുമടക്കിയതിൻ്റെ അസൂയയും വേദനയും വിഷമവും കുശുമ്പും എല്ലാം ഇപ്പോഴും ലക്ഷ്മി പ്രിയയുടെ മനസ്സിലുണ്ട്. ഇനിയിപ്പോഴും അമ്മ എന്ന് പറയുന്ന സംഘടനയിലേക്ക് അങ്ങ് തിരിച്ചു ചെല്ലാനും കഴിയില്ല. അവിടുന്ന് ഒരു മനുഷ്യന്മാർ പോലും വിളിക്കാനും പോവില്ല. അത് ഉറപ്പാണ്. ലക്ഷ്മി പ്രിയയെ പോലെയുള്ള ഒരു നടിയെ അവിടെ ഒരാൾ പോലും വിളിക്കാൻ പോവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കൊന്നും അത്രത്തോളം ഒന്നും ആത്മാർത്ഥതയൊന്നും ലക്ഷ്മി പ്രിയോടില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ സംഘടന ഇന്ന് ഈ ഒരു പരുവത്തിലായിട്ടുണ്ടെങ്കിൽ ലക്ഷ്മി പ്രിയയെ പോലെയുള്ള ചില ആൾക്കാരുടെ പിടിവാശി തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ലക്ഷ്മി പ്രിയയെ പോലെയുള്ള ആൾക്കാർ തന്നെയാണ് ഈ സംഘടനയെ നശിപ്പിച്ചത് എന്ന് അടിവരയിട്ട് നമുക്ക് പറയാം. അതായത് പല തരത്തിലെന്ന് പറഞ്ഞാൽ ലക്ഷ്മി പ്രിയയുടെ ആ ഒരു എന്താ പറയുക സംസാരങ്ങളും, പിന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ എന്ന് വെച്ചാൽ പൊതുവായിട്ടുള്ളൊരു പുച്ഛങ്ങളും കാര്യങ്ങളൊക്കെയാണ് അവർ ഈ ഒരു ഇതിൽ എത്തിച്ചിരിക്കുന്നത്. ഇനി വേറൊരു കാര്യം കൂടി പറയാം. ഇവരുടെ ഒരു വായ അടപ്പിക്കേണ്ട ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ 20 കോടി രൂപ നഷ്ടപരിഹാരം കൊടുക്കുക. അൻസിബ ഹസൻ എന്ന് പറയുന്ന ഒരു യുവതിയെ 20 വർഷം ജയിലിലിട്ട് കഴിഞ്ഞാലും ശരി, അവർക്ക് 20 കോടി കൊടുക്കാൻ പറ്റൂല. അത് നമുക്കെല്ലാം അറിയാം. പക്ഷെ ഇവർക്ക് മാത്രം മനസ്സിലായിട്ടില്ല. അതായത് ഇവരെ ആരോ ഇങ്ങനെ എരികേറ്റി വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് സംഭവം എന്ന് പോലും ഇവർക്കറിയില്ല. അല്ലെങ്കിൽ കുറച്ചൊക്കെ നമുക്കൊരു ബോധം ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, 1 കോടി ഉറുപ്പ്യ ഇല്ലെങ്കിൽ ഒരു 10 ലക്ഷം ഉറുപ്പ്യ, അതിലൊക്കെ ഒരു മാന്യതയുണ്ട്. കാരണം എന്താ വെച്ചാൽ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻസിബിന് കടമ്പ് കാണിച്ചിട്ടായാലും തരും. അല്ലാതെ 20 കോടിയും 10 കോടിയൊക്കെ എവിടെ നിന്ന് ഉണ്ടാക്കാനാടേ? അതാന്ന് എനിക്ക് മനസ്സിലാകാതെ. ഞാൻ 20 കോടി ഒരു ഭംഗി വാക്ക് പറഞ്ഞേട്ടാ. 10 കോടിയും കാറ്റാ ചോദിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. 10 20 എനിക്കറിയില്ല കേട്ടാ. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ലക്ഷ്മി പ്രിയക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ. അതായത് ഒരാൾ പോലും സിനിമയിലൊന്നും വിളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വീട്ടമ്മയായിട്ട് തുടരുക, അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഇനി അടുത്ത ഇലക്ഷന് മത്സരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവിധ ആശംസകളും നൽകുകയാണ്. ഇനി ഇപ്പോഴും വന്നിട്ട് മടുത്താർന്ന് കേട്ട് എന്തൊക്കെയാ പറയുന്നത്.